فترى الذين في قلوبهم مرض يسارعون فيهم يقولون نخشى أن تصيبنا دائرة فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما أسروا في أنفسهم نادمين. കാപട്യത്തിന്റെ ദീനം പിടിച്ച മനസ്സുള്ളവർ തങ്ങളിൽ തന്നെ വെപ്രാളപ്പെടുന്നതായി നിനക്കു കാണാം. അവർ പറയുന്നു, നമ്മെ വല്ല വിപത്തും ബാധിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് നിർണായക വിജയം നൽകുകയോ മറ്റു വല്ല നടപടിയും സ്വീകരിക്കുകയോ ചെയ്തെന്നു വരാം. അപ്പോൾ തങ്ങൾ മനസ്സിൽ മറച്ചുവെച്ചിരുന്ന കാപട്യത്തെ ചൊല്ലി ഇവർ ദുഃഖിതരാകും. وَيَقُولُ الَّذِينَ آمَنُوا أَهَؤُلَاءِ الَّذِينَ أَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ إِنَّهُمْ لَمَعَكُمْ حَبِطَتْ أَعْمَالُهُمْ فَأَصْبَحُوا خَاسِرِينَ. അന്നേരം വിശ്വാസികൾ പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞ ആ ആളുകൾ തന്നെയോ ഇവർ? ഇവരുടെ കർമ്മങ്ങളൊക്കെയും പാഴിലായിപ്പോയി. അങ്ങനെ ഇവർ വിഷണ്ണരും പരാജിതരുമായി തീർന്നു. ഈ സൂക്തം അവതരിക്കുന്ന കാലത്ത് അറേബ്യയിൽ ഇസ്ലാമും കുഫറും തമ്മിലുള്ള വടംവലിക്ക് അറുതി വന്നിരുന്നില്ല. വിശ്വാസികളുടെ ആത്മാർപ്പണം വഴി ഇസ്ലാം ഒരു ശക്തിയായി കഴിഞ്ഞിരുന്നുവെങ്കിലും പ്രതിലോമ ശക്തികളും അത്ര തന്നെയോ അതിൽ കൂടുതലോ ശക്തരായിരുന്നു. അതിനാൽ ഇസ്ലാമിനുള്ള അത്ര വിജയസാധ്യത ജാഹിലിയത്തിനുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവസര സേവകരായ മുനാഫിക്കുകൾ ഇസ്ലാമിൽ അംഗങ്ങളായതോടൊപ്പം ജൂത ക്രൈസ്തവരുമായി സഹകരണവും നിലനിർത്തിപ്പോന്നത്. ഇസ്ലാമിനെതിരിൽ കുഫറാണ് വിജയിക്കുന്നതെങ്കിൽ തങ്ങൾക്ക് സുരക്ഷിതമായ ഒരു അഭയകേന്ദ്രമാകുമല്ലോ എന്നതായിരുന്നു അവരുടെ ഈ നയത്തിന്റെ പിന്നിലുള്ള താൽപര്യം. കൂടാതെ ജൂതരുടെയും ക്രൈസ്തവരുടെയും സാമ്പത്തിക ശക്തി അറേബ്യയുടെ മണ്ണിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നു. ധനപ്രഭുത്വം അവർക്കായിരുന്നു. പച്ചപിടിച്ച നല്ല ഭൂപ്രദേശങ്ങളെല്ലാം അവരുടെ അധീനത്തിലായിരുന്നു. പലിശയുടെ വല നാടൊട്ടുക്കും വീശി ജനങ്ങളെ കടക്കെണിയിൽ അകപ്പെടുത്തിയിരിക്കുകയായിരുന്നു അവർ. അതിന്റെ ഫലമായി അവരുമായുള്ള ബന്ധം വേർപ്പെടുത്തുന്നതിൽ പല വിഷമതകളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരുമെന്ന ആശങ്ക ഈ കപടവിശ്വാസികൾക്കുണ്ടായിരുന്നു. ചുരുക്കത്തിൽ തങ്ങളുടെ പൂർവ്വ സഹകാരികളായിരുന്ന ജൂത ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധം പുലർത്തിപ്പോരുന്നതിലാണ് അവരുടെ താൽപര്യം നിലകൊണ്ടിരുന്നത്. ഇസ്ലാമും കുഫറുമായുള്ള സംഘടനത്തിൽ പൂർണ്ണമായും ഇസ്ലാമിന്റെ ഭാഗത്ത് നിൽക്കുന്നത് തങ്ങൾക്ക് അപകടകരമാണെന്ന് അവർ മനസ്സിലാക്കി. എതിർശക്തികളുമായി ബന്ധം വിടർത്തി സർവാത്മന ഇസ്ലാമിക സമരത്തിൽ ഏർപ്പെടുന്നത് തങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾക്ക് അപകടമായിരിക്കും എന്നതായിരുന്നു അവരുടെ ഉത്കണ്ഠ. അന്തിമ വിജയം ഇസ്ലാമിനായിരിക്കുമെന്ന് ബോധ്യപ്പെടുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുക എന്നാണ് മറ്റു വല്ല നടപടിയും സ്വീകരിക്കുക എന്ന വാക്യത്തിന്റെ താൽപര്യം. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങളിൽ വല്ലവനും തന്റെ ദീനിൽ നിന്ന് മാറുന്നുവെങ്കിൽ മാറിക്കൊള്ളട്ടെ. അപ്പോൾ അല്ലാഹു അവൻ സ്നേഹിക്കുന്നവരും അവനെ സ്നേഹിക്കുന്നവരും വിശ്വാസികളോട് മൃദുലചിത്തരും സത്യനിഷേധികളോട് കർക്കശരും ദൈവിക സരണിയിൽ സമരം ചെയ്യുന്നവരും ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടാത്തവരുമായ മറ്റു ജനങ്ങളെ
ഉയർത്തിക്കൊണ്ടുവരുന്നതാകുന്നു. ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അവൻ ഇച്ഛിക്കുന്നവർക്ക് അത് നൽകുന്നു. അല്ലാഹു വിപുലമായ സംവിധാനങ്ങളുള്ളവനാകുന്നു. അവൻ എല്ലാം അറിയുന്നു. നമസ്കാരം, സക്കാത്ത്, വ്രതം, ജിഹാദ്, ഇസ്ലാമിക അനുഷ്ഠാനം, ഇങ്ങനെ ഇസ്ലാമിന്റെ അനുയായികളെന്ന ഭാവേന തങ്ങൾ നിർവഹിച്ചതെല്ലാം ആത്മാർത്ഥതയില്ലാതെയും ഇസ്ലാമിനോട് ഹൃദയംഗമമായ സ്നേഹമില്ലാതെയുമാണ് ചെയ്തിരുന്നത്. അതിനാൽ അവയെല്ലാം പാഴായിപ്പോയി. അവർ ഏകദൈവത്തിന്റെ മാത്രം അടിമകളായിരുന്നില്ല. ഭൗതിക താൽപര്യത്തിന്റെ പേരിൽ തങ്ങളെ ദൈവത്തിനും ദൈവവിരോധികൾക്കുമിടയിൽ പങ്കുവച്ചിരിക്കുകയായിരുന്നു അവർ. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. അല്ലാഹുവും അവന്റെ ദൂതനുമാകുന്നു യഥാർത്ഥത്തിൽ നിങ്ങളുടെ മിത്രം. പിന്നെ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും അല്ലാഹുവിന്റെ മുമ്പിൽ നമിക്കുകയും ചെയ്യുന്ന വിശ്വാസികളും. വിശ്വാസികളോട് മൃദുലചിത്തരാവുക എന്ന് പറഞ്ഞതിന്റെ സാരമിതാണ്. അവർക്കെതിരെ തങ്ങളുടെ ഒരു ശക്തിയും വിനിയോഗിക്കാതിരിക്കുകയും അവരോട് സൗമ്യത്തിലും സൗഹൃദത്തിലും വർത്തിക്കുകയും ചെയ്യുക. തങ്ങളുടെ ബുദ്ധിശക്തി, സാമർഥ്യം, സ്വാധീനം, ശാരീരിക ശേഷി എന്നു വേണ്ട ഒന്നും തന്നെ സത്യവിശ്വാസികളെ അമർത്താനോ ദ്രോഹിക്കാനോ അവർക്ക് നഷ്ടമേൽപ്പിക്കാനോ വിനിയോഗിക്കുകയില്ല. മുസ്ലിങ്ങളോട് സദാ വിനയത്തിലും കാരുണ്യത്തിലും വർത്തിക്കുന്ന സ്നേഹശീലരും ആർദ്രചിത്തരുമായിരിക്കും അവർ. സത്യനിഷേധികളോട് കർക്കശരാവുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യമിതാണ്. തങ്ങളുടെ വിശ്വാസത്തിലെ ദാർഢ്യവും മതാനുഷ്ഠാനത്തിലെ ആത്മാർത്ഥതയും ചര്യാശക്തിയും സത്യവിശ്വാസത്തിന്റേതായ വിവേചനശേഷിയും കൊണ്ട് ഇസ്ലാം വിരോധികൾക്കെതിരെ പാറക്കെട്ടുപോലെ ഉറച്ചു നിൽക്കുക. അവസര സേവകരോ ചഞ്ചല മനസ്കരോ ആവാതെ ദൃഢചിത്തരായി നിലകൊള്ളുക. വേണ്ടിവന്നാൽ മരിക്കാൻ ഒരുങ്ങുമെങ്കിലും വിൽക്കപ്പെടുന്നവരോ സമ്മർദ്ദത്തിന് വഴങ്ങുന്നവരോ അല്ലെന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്തുക. ഒരാക്ഷേപകന്റെയും ആക്ഷേപം ഭയപ്പെടാത്തവർ എന്നതിന്റെ അർത്ഥമിതാണ്. അല്ലാഹുവിന്റെ ദീൻ അനുസരിക്കുന്നതിലോ അവന്റെ വിധിവിലക്കുകൾ നടപ്പിൽ വരുത്തുന്നതിലോ സത്യമെന്ന് തെളിഞ്ഞതിനെ സത്യമെന്നും അസത്യമായതിനെ അസത്യമെന്നും പ്രഖ്യാപിക്കുന്നതിലോ ഒരു കൂസലും അവർക്കുണ്ടാവുകയില്ല. വല്ലവരുടെയും എതിർപ്പിനെയോ അധിക്ഷേപങ്ങളെയോ പ്രതിഷേധങ്ങളെയോ പരിഹാസോക്തികളെയോ അവർ ഭയപ്പെടുകയില്ല. പൊതുജന അഭിപ്രായം ഇസ്ലാമിനെതിരാണെന്ന് വെച്ച് അവർ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഇസ്ലാമിക മാർഗത്തിൽ ചരിക്കുന്നത് മൂലം ലോകത്തിനു മുമ്പിൽ വിഡ്ഢികളായി ചിത്രീകരിക്കപ്പെടുമെങ്കിൽ അതും അവർക്ക് പ്രശ്നമല്ല. ചുരുക്കത്തിൽ തങ്ങൾ സത്യമെന്ന് വിശ്വസിക്കുന്ന ഒന്നിനു വേണ്ടി അവർ സദാ ഉറച്ചു നിലകൊള്ളുന്നതായിരിക്കും. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും വിശ്വാസികളെയും മിത്രങ്ങളാക്കുന്നവരാരോ അവർ അറിഞ്ഞിരിക്കട്ടെ, അല്ലാഹുവിന്റെ കക്ഷി തന്നെയാണ് വിജയിക്കുന്നവർ എന്ന്. يا أيها الذين آمنوا لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين أوتوا الكتاب من قبلكم والكفار أولياء واتقوا الله إن كنتم مؤمنين. അല്ലയോ സത്യവിശ്വാസികളെ, നേരത്തെ വേദം ലഭിച്ചവരിൽ നിങ്ങളുടെ മതത്തെ കളിയും തമാശയുമാക്കിയവരെയും മറ്റു നിഷേധികളെയും സഖാക്കളും സുഹൃത്തുക്കളുമായി വരിക്കാതിരിക്കുവിൻ. നിങ്ങൾ വിശ്വാസികളെങ്കിൽ അല്ലാഹുവിനെ ഭയപ്പെടുവിൻ. وَإِذَا نَادَيْتُمْ إِلَى الصَّلَاةِ اتَّخَذُوهَا هُزُوًا وَلَعِبًا ذَلِكَ بِأَنَّهُمْ قَوْمٌ لَّا يَعْقِلُونَ. നിങ്ങൾ നമസ്കാരത്തിനായി വിളിച്ചാൽ അവർ അതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ബുദ്ധിയില്ലാത്ത ജനമാകുന്നു. അതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് ബാങ്ക് വിളി കേൾക്കെ പരിഹാസപൂർവം ഏറ്റുപറയുകയും പദങ്ങൾ അലങ്കോലപ്പെടുത്തി ബാങ്കിനെ അവഹേളിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ്.
അവരുടെ ഈ ചെയ്തികൾ കേവലം ബുദ്ധിശൂന്യതയുടെ സന്തതികളാണ്. അവർ അജ്ഞതയിലും വിവരക്കേടിലും പെട്ടുപോയിരുന്നില്ലെങ്കിൽ മുസ്ലിങ്ങളോട് മതപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അർത്ഥമില്ലാത്ത ഇത്തരം ചെയ്തികൾ ഉണ്ടാകുമായിരുന്നില്ല. ഈശ്വരാരാധനയിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിനെ പരിഹസിക്കുന്നതിനെ വിവേകമുള്ളവരാരെങ്കിലും ഇഷ്ടപ്പെടുമോ? قُلْ يَا أَهْلَ الْكِتَابِ هَلْ تَنقِمُونَ مِنَّا إِلَّا أَنْ آمَنَّا بِاللَّهِ وَمَا أُنْزِلَ إِلَيْنَا وَمَا أُنْزِلَ مِنْ قَبْلُ وَأَنَّ أَكْثَرَكُمْ فَاسِقُونَ. അവരോട് ചോദിക്കുക, ഓ വേദക്കാരെ, അല്ലാഹുവിലും ഞങ്ങൾക്ക് അവതരിച്ചു കിട്ടിയതും ഞങ്ങൾക്ക് മുമ്പ് അവതരിച്ചതുമായ മതപ്രമാണങ്ങളിലും വിശ്വസിക്കുന്നുവെന്നതും നിങ്ങളിലധികം ആളുകളും ധിക്കാരികളാണ് എന്നതുമല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളോട് വിരോധത്തിന് മറ്റു വല്ല കാരണവുമുണ്ടോ? യഹൂദികളുടെ നേർക്കുള്ള അർത്ഥവത്തായ ഒരു സൂചനയാണ് ഈ സൂക്തം ഉൾക്കൊള്ളുന്നത്. അവർ പലകുറി ദൈവത്തിന്റെ കോപശാപങ്ങൾക്ക് പാത്രമായിട്ടുണ്ടെന്ന് അവരുടെ തന്നെ ചരിത്രം വിളിച്ചു പറയുന്നുണ്ട്. സാബത്ത് നിയമം ലംഘിച്ചതിനാൽ ആ സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേർ രൂപഭേദം വരുത്തപ്പെട്ടു. ത്വാവൂത്തിന് അടിമവൃത്തി ചെയ്യുന്ന ഗതികേടിലോളം അവരുടെ അധസ്ഥിതിയുടെ ആഴം ചെന്നെത്തി. സ്വയം ദുരാചാരങ്ങളിലും ധാർമ്മിക അധപതനത്തിന്റെ അത്യഗാധതയിലും ചെന്നുപെട്ട അവർ മറ്റാരെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് യഥാർത്ഥ മതാവലംബികളായി തീരുമ്പോൾ അവരുടെ പിന്നാലെ കൂടുന്നു. അവരുടെ നാണം കെട്ടതും കുറ്റകരവുമായ ഈ ധാർഷ്ട്യത്തിന് വല്ല അതിരുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. فَتَرَى الَّذِينَ فِي قُلُوبِهِم مَّرَضٌ